നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഋതം ടാരോട്ട് കാർഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ റീഡിങ്ങിലേക്ക് നിങ്ങളെ എത്തിച്ചത് യാദൃച്ഛികമായിരിക്കില്ല. പ്രപഞ്ചം നിങ്ങൾക്കായി ഒരു പ്രത്യേക സന്ദേശം കരുതി വെച്ചിട്ടുണ്ടാകാം. ജീവിതത്തിൽ ചില കാര്യങ്ങൾ വൈകുന്നതായി തോന്നാം. ചില ബന്ധങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില സ്വപ്നങ്ങൾ ഇപ്പോഴും കാത്തിരിപ്പിലായിരിക്കാം. പക്ഷെ ഓർമ്മിക്കൂ, ഓരോ വിത്തിനും മുളയ്ക്കാൻ അതിൻ്റെതായ സമയം ഉണ്ടെന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നല്ല കാര്യങ്ങൾ ശരിയായ സമയത്ത് തന്നെ വിരിയും. ഇപ്പോൾ നിങ്ങളുടെ ഊർജത്തിൽ ഞാൻ അനുഭവിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കൂടിച്ചേരൽ, ക്ഷമയോടെ കാത്തിരിപ്പിന് ലഭിക്കുന്ന പ്രതിഫലം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര, നിങ്ങളെ തന്നെ തടഞ്ഞു വെച്ച ചിന്തകളിൽ നിന്നുള്ള മോചനം, അതോടൊപ്പം ജീവിതത്തിലേക്ക് അതിവേഗത്തിൽ കടന്നു വരുന്ന പുതിയ അവസരങ്ങൾ എന്നിവയാണ്. നിങ്ങൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലായാലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. കാരണം ചിലപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എത്തുന്നത് നമ്മളത് പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലാണ്. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കി പ്രപഞ്ചം ഇന്ന് നിങ്ങൾക്കായി എന്ത് സന്ദേശമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കൂ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നമുക്കിന്ന് ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്നത് 2 ഓഫ് കപ്സ്, രണ്ടാമതായി ലഭിച്ചിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ്, മൂന്നാമതായി 9 ഓഫ് പെൻറ്റക്കിൾസ്, അടുത്തത് 8 ഓഫ് സോൾസ്, അടുത്തത് നൈറ്റ് ഓഫ് വാൺസ്. ബ്യൂട്ടിഫുൾ കാർഡുകളാണെല്ലാം. 2 ഓഫ് കപ്സ്, ഈ കാർഡ് മനോഹരമായ ഒരു ബന്ധത്തെയും ഹൃദയങ്ങളുടെ കൂടിച്ചേരലിനെയും സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളുടെ സാന്നിധ്യം ശക്തമാകാം. ചിലർക്ക് ഇത് സ്നേഹബന്ധത്തിന്റെ വളർച്ചയായിരിക്കാം. മറ്റു ചിലർക്ക് നല്ലൊരു സൗഹൃദമോ പങ്കാളിത്തമോ ആയിരിക്കാം. പരസ്പര ബഹുമാനവും വിശ്വാസവും ഈ കാർഡിന്റെ പ്രധാന സന്ദേശമാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ ഇതുവരെ നടത്തിയ പരിശ്രമങ്ങൾ വെറുതെയാകില്ലെന്ന് ഈ കാർഡ് പറയുന്നു. ചില കാര്യങ്ങൾ വൈകുന്നതായി തോന്നാമെങ്കിലും പ്രപഞ്ചം നിങ്ങളുടെ കഠിനാധ്വാനം കാണുന്നുണ്ട്. ക്ഷമയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ നട്ട വിത്തുകൾ ഫലം നൽകാൻ തുടങ്ങുന്ന സമയം അടുത്തിരിക്കുന്നു. അടുത്ത 9 ഓഫ് പെൻറ്റക്കിൾസ്, ഇത് നേട്ടങ്ങളുടെയും സമൃദ്ധിയുടെയും കാർഡാണ്. സ്വന്തം കഴിവുകൊണ്ട് ഉയരത്തിലെത്തുന്ന ഒരു ഊർജം ഇവിടെ കാണാം. സാമ്പത്തികമായും വ്യക്തിപരമായും കൂടുതൽ സ്ഥിരത കൈവരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നേടിയ കാര്യങ്ങളിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 8 ഓഫ് സോൾസ്, ഇപ്പോൾ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് പലപ്പോഴും സാഹചര്യങ്ങളല്ല, നിങ്ങളുടെ സ്വന്തം ഭയങ്ങളോ സംശയങ്ങളോ ആകാം. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു താൽക്കാലിക അവസ്ഥ മാത്രമാണ്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. ഈ കാർഡ് നിങ്ങളെ സ്വയം വിശ്വസിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത നൈറ്റ് ഓഫ് വാൺസ്, ഇത് അതിവേഗ മുന്നേറ്റത്തിന്റെയും ധൈര്യത്തിന്റെയും കാർഡാണ്. നിങ്ങൾ കാത്തിരുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കാം. പുതിയ അവസരങ്ങൾ, യാത്രകൾ, പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ ആവേശകരമായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ ഈ കാർഡ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഈ കാർഡുകൾ മൊത്തത്തിൽ നൽകുന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റത്തിന്റെ ഘട്ടമാണ് ആരംഭിക്കാൻ പോകുന്നത്. ബന്ധങ്ങളിൽ പുരോഗതി, കാത്തിരിപ്പിൽ ലഭിക്കുന്ന ഫലം, സാമ്പത്തികവും വ്യക്തിപരവുമായ വളർച്ച, ഭയങ്ങളിൽ നിന്ന് മോചനം, പുതിയ അവസരങ്ങളിലേക്കുള്ള യാത്ര, ഇതെല്ലാം ഈ കാർഡുകൾ ഒരുമിച്ച് സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയ സന്ദേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓർമ്മിക്കൂ, ഓരോ വൈകിപ്പിക്കലിനും പിന്നിൽ ഒരു കാരണമുണ്ട്. ഓരോ കാത്തിരിപ്പിനും പിന്നിൽ ഒരു അനുഗ്രഹവുമുണ്ട്. സ്വയം വിശ്വസിക്കൂ, പ്രതീക്ഷ കൈവിടരുത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടെന്ന് വിശ്വസിക്കൂ. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പങ്കുവെക്കാനും ഋതം ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു മനോഹരമായ റീഡിംഗുമായി വീണ്ടും കാണാം. താങ്ക് യു.